ഇപ്പോൾ യു കെയിലോട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകളൊക്കെ കുറഞ്ഞെങ്കിലും യു കെയിലുള്ളവർക്ക് വലിയ സാധ്യതകൾ നൽകുന്ന രീതിയിലാണ് നിയമങ്ങളൊക്കെ മാറുന്നത്. ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ സാലറി നൽകുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ ഹയർ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതിന് വേണ്ടിയൊക്കെ വലിയ പ്രാധാന്യമാണ് ഗവൺമെൻറ് നൽകുക. ഇപ്പോൾ യു കെയിലെ NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പൊസിഷനുകളിലോട്ട് മാറാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഏത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ട് മൂവ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ജോലികളിലോട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്ന് നോക്കാം. ഇത് പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലാണ്. ഇതേപോലെ മനോഹരമായ സ്ഥലങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളത്. ലണ്ടനിൽ നിന്നും അധികം ദൂരമില്ലാതെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ ലണ്ടനിൽ നിന്ന് 3 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ നമ്മൾ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ലണ്ടനിൽ നിന്ന് മാഞ്ചസ്റ്ററിൽ പോകുന്നതിനേക്കാൾ കുറഞ്ഞ സമയത്തിലെത്താൻ പറ്റുന്ന ധാരാളം യൂറോപ്യൻ സിറ്റികൾ ഇവിടെ എല്ലാം ഉണ്ട്. UK സെലക്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക, അമേരിക്കയും കാനഡയൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതെല്ലാം ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹോളിഡേയും യാത്രയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ ഏത് ജോലിക്കാണോ വന്നത് ലൈഫ് ടൈം മുഴുവൻ ആ ജോലി തന്നെ തുടരണമെന്നില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള മറ്റ് മേഖലകളിലോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൂടാതെ മറ്റ് ജോലികളാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിലോട്ട് മാറാം. UK വന്നിട്ടുള്ള നിരവധി നഴ്സുമാരാണ് ബിസിനസ് മേഖലകളിലോട്ട് വന്നിട്ടുള്ളതും. പലരും പറയും NHS പോലെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എന്തിനാണ് NHSലെ ജോലി ഉപേക്ഷിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ NHSലാണെങ്കിലും നമുക്കൊരു ലിമിറ്റഡ് സാലറി മാത്രമായിരിക്കും ഒരു മാസം ലഭിക്കുക. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ധാരാളം സാധ്യതകളുണ്ട്. ബഹുഭൂരിപക്ഷം പേരും വലിയ കടത്തിലായിരിക്കും പല സമയങ്ങളിലും. ഞാൻ മിക്കവരോട് തന്നെ പറയാറുള്ള കാര്യമാണ്, ഏറ്റവും കുറഞ്ഞ കടം അതല്ലെങ്കിൽ കടം ഇല്ലാതാക്കുക. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹോളിഡേയ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാം. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ 12 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി യാതൊരു കടവും ഇല്ലാതെ മാറി. വീട് വാങ്ങിയതിൻ്റെ മോർഗേജ് പൂർണ്ണമായും തിരിച്ചടച്ചതിന് ശേഷമാണ് NHSലെ ജോലി റിസൈൻ ചെയ്തത്. മറ്റേ ബിസിനസ് മേഖലയിലോട്ട് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചത്. ഇനി ബിസിനസ്സിൽ ലാഭം കുറവാണെങ്കിൽ പോലും നമുക്ക് മറ്റ് കടങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹാപ്പിയായിട്ട് കഴിയാൻ പറ്റുന്ന ധാരാളം അവസരങ്ങൾ തന്നെയാണ് UK വന്നിട്ടുള്ളവർക്ക് ലഭിക്കുക. ഇപ്പോൾ ഏത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അതിൽ നിന്ന് ഹയർ ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലോട്ട് മാറാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതിനെല്ലാം ഗവൺമെൻറ്റിന് വലിയ സപ്പോർട്ടാണ്. സ്മോൾ സ്കെയിൽ ബിസിനസ്സൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി വലിയ സപ്പോർട്ടാണ് UK ഗവൺമെൻറ് എപ്പോഴും നൽകുന്നത്. ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ക്യാഷ് സേവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 പേര് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരാളുടെ ക്യാഷ് തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ പറ്റും. ആവറേജ് സാലറി 35,000 പൗണ്ടെങ്കിലും ഒരു വർഷം ആനുവൽ സാലറി ആയിട്ട് ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം ജോലി ചെയ്യുമ്പോഴേക്കും 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പൗണ്ട് വരെ ഈസി ആയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. വീടുകളുടെ ലോൺ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള ധാരാളം സാധ്യതയുണ്ട്. പലരും പറഞ്ഞു, ഇപ്പോൾ 20-30 വർഷത്തെ മോർഗേജ് ലോണുകൾ എടുക്കുമ്പോൾ അത് 5 വർഷമോ 10 വർഷമോ ആകുമ്പോൾ പൂർണ്ണമായിട്ടും തിരിച്ചടയ്ക്കുമ്പോൾ ഇയർലി റീപേയ്മെൻറ്റ് ചാർജ് നൽകേണ്ടതില്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം UK ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ നമ്മൾ 20 വർഷമോ 30 വർഷമോ മോർഗേജ് എടുത്തിട്ടുള്ളതെങ്കിലും ഓരോ ബാങ്കിൻ്റെയും കോൺട്രാക്റ്റ് അനുസരിച്ച് 3 വർഷമോ 5 വർഷമോ ആകുമ്പോൾ വീണ്ടും നമ്മൾ റീമോർഗേജ് ചെയ്യേണ്ടി വരും. നമ്മളുടെ സാലറി സ്ലിപ്പ് അതല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മോർഗേജ് റിന്യൂ ചെയ്യാനായിട്ട് പറ്റുക. ഇഷ്ടമുള്ള ബാങ്കിലോട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ സമയത്ത് ഓരോ ടേം കഴിയുമ്പോഴും നമുക്ക് മോർഗേജ് റിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മോർഗേജ് മുഴുവൻ ക്യാഷും തിരിച്ചടച്ച് ഡെപ്റ്റ് ഫ്രീ ആകാം. അതിനൊന്നും യാതൊരു ഇയർലി പേയ്മെൻറ്റ് ചാർജ് നൽകേണ്ടതില്ല. എന്നാൽ ഒരു 3 വർഷത്തെയോ 5 വർഷത്തെയോ ഫിക്സഡ് ടൈം മോർഗേജ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു പീരീഡിനുള്ളിൽ 3 വർഷമോ 5 വർഷമോ കംപ്ലീറ്റ് ആകുന്നതിന് മുൻപായി മുഴുവൻ ക്യാഷും തിരിച്ചടയ്ക്കണമെങ്കിൽ ബാങ്കിന് ഇയർലി പേയ്മെൻറ്റ് ചാർജ് നൽകണം. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മോർഗേജ് റിന്യൂ ചെയ്യുന്ന സമയത്ത് റീമോർഗേജ് ചെയ്യുന്ന സമയത്ത് എത്ര ക്യാഷ് വേണമെങ്കിലും നമ്മളുടെ മോർഗേജിലോട്ട് തിരിച്ചയക്കാനും ബാലൻസ് എമൗണ്ടിന് മാത്രം മോർഗേജ് എടുക്കാവുന്ന ഓപ്ഷനാണ് ബാങ്കുകളൊക്കെ നൽകുന്നത്. പലരും ഇക്കാര്യത്തെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. നമുക്ക് കൂടുതൽ ക്യാഷ് മോർഗേജിലോട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എല്ലാ വർഷവും 10% ക്യാഷ് തിരിച്ചടയ്ക്കാൻ മിക്ക ബാങ്കുകളും അനുവദിക്കാറുണ്ട്. ഇനി അതിൽ കൂടുതൽ ക്യാഷ് തിരിച്ചടയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് റീമോർഗേജ് ചെയ്യുന്ന സമയത്ത് അടയ്ക്കുകയാണ് നല്ലത്. UK ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ, വർക്ക് വിസയിലുള്ളവരുടെ കാര്യത്തിൽ അവർ ആ സെയിം ജോലി തന്നെ ചെയ്യണമെന്നാണ് നിയമം. അവർ വർക്ക് വിസയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ഈ ഒരു റെസ്ട്രിക്ഷൻ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ PR ലഭിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ജോലിയിലോട്ട് മാറാം. സ്വന്തമായി ബിസിനസ് തുടങ്ങുകയോ മറ്റു കാര്യങ്ങളിലോട്ടോ മൂവ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം സിറ്റിസൺഷിപ്പ് കൂടി ലഭിക്കുകയാണെങ്കിൽ UK എല്ലാ പബ്ലിക് ഫണ്ടും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലോട്ടാണ് അവരുടെ സ്റ്റാറ്റസ് മാറുക. വർക്ക് വിസയിൽ നിൽക്കുന്ന സമയത്ത് ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിക് ഫണ്ടുകൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത, വിസ റിന്യൂ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാൽ PR-ഉം സിറ്റിസൺഷിപ്പും ഒക്കെ ലഭിച്ചതിന് ശേഷം വലിയൊരു ഫ്രീഡം തന്നെയാണ് അവർക്ക് ലഭിക്കുക. പലരും ചോദിക്കാറുണ്ട്, UK PR ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ പാസ്പോർട്ട് കീപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. PR എന്നുള്ളത് ഒരു ലോങ് ടൈം വിസ മാത്രമാണ്.
അത് സിറ്റിസൺഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ PR ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വിസ റിന്യൂ ചെയ്തുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും UK തുടരാം. ഇന്ത്യൻ പാസ്പോർട്ട് സ്റ്റാറ്റസ് അതേപോലെ നിലനിർത്താം. എന്നാൽ UK ഒരു തവണ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. ഇന്ത്യൻ പാസ്പോർട്ട് അവർ ക്യാൻസൽ ചെയ്ത് നമുക്ക് തിരികെ തരും. പിന്നെ ഇന്ത്യയിലോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നുകിൽ വിസ വേണം, അതല്ലെങ്കിൽ OCI അഥവാ ഓവർസീസ് സിറ്റിസൺഷിപ്പ് കാർഡ് നമ്മൾ എടുക്കേണ്ടി വരും. ഈ 2 ഓപ്ഷനിൽ മാത്രമാണ് ഇന്ത്യയിലോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഫോറിനർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. എന്നാൽ മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ്, പല രാജ്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് വിസിറ്റ് ചെയ്യാം. അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്യാം. ഓൺലൈനിൽ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എടുക്കുന്നത് സിമ്പിൾ പ്രോസസ്സാണ്. അതിനുശേഷം നമുക്ക് ഈ രാജ്യങ്ങളിലൊക്കെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ കൂടിയാണ് ലഭിക്കുക. ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ യാതൊരു വിസയും ഇല്ലാതെ യാത്ര ചെയ്യാം. അതല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ ഷെങ്കൻ വിസ എടുത്താൽ മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നാൽ 2027 ശേഷം ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. UK ഏറ്റവും കൂടുതൽ ഹയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലയാണ് NHS. അതുകൊണ്ട് തന്നെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിലും നിങ്ങൾക്ക് പിന്നീട് മറ്റ് ജോലികളിലോട്ട് സ്വിച്ച് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. NHS തന്നെ ഇത്തരം ജോലികൾ ധാരാളമുണ്ട്. കംപ്ലയിൻറ്റ് സെക്ഷനിൽ, ഇൻഫെക്ഷൻ കൺട്രോൾ ഏരിയയിൽ ധാരാളം അവസരങ്ങൾ നിലനിൽക്കുന്നു. അത്തരം ഹയർ ബാൻഡിലോട്ട് നമുക്ക് മൂവ് ചെയ്യുന്നതിന് തടസ്സങ്ങളില്ല. ഇന്റേണൽ ഓപ്പർച്യൂണിറ്റീസിന് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാം. ബാൻഡ് 5 നിന്ന് ബാൻഡ് 6 ആവുകയോ ബാൻഡ് 7 8 ആകുന്നതിന് തടസ്സങ്ങളില്ല. ധാരാളം മലയാളികളാണ് ബാൻഡ് 8A 8B പൊസിഷനിൽ UK പല NHS ഹോസ്പിറ്റലുകളിലും ജോലി ചെയ്യുന്നത്. അവരുടെ ഇൻ്റർവ്യൂസൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു. അത്തരം ധാരാളം ഹയർ ഓപ്പർച്യൂണിറ്റീസിലോട്ട് വരാൻ കഴിയുന്ന സാധ്യതകളാണുള്ളത്. ഇനി നഴ്സിംഗ് പോലുള്ള പ്രൊഫഷനിലുള്ളവരാണെങ്കിൽ അവർക്ക് ജോലി ഇഷ്ടമല്ല, മറ്റൊരു മേഖലയിലോട്ട് മാറണമെങ്കിലും സാധ്യതകളുണ്ട്. ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ അല്ലാതെ രജിസ്ട്രേഷനുള്ള നഴ്സുമാർക്ക് നൽകുന്ന ധാരാളം ഹയർ ഓപ്പർച്യൂണിറ്റീസും NHS ഹോസ്പിറ്റലുകളിലുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റ് മേഖലകളിലോട്ട് നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ട്, അക്കൗണ്ടിംഗ്, ഫൈനാൻസ് തുടങ്ങിയ മേഖലകളിലോട്ട് വരാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനുള്ള ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട് UK. PR-ഉം സിറ്റിസൺഷിപ്പ് ഒക്കെ ലഭിച്ചതിന് ശേഷം അത്തരം കാര്യങ്ങൾ പഠിച്ച് അത്തരം മേഖലകളിലോട്ട് വരാം. NHS ഹോസ്പിറ്റലുകളുടെ കാര്യത്തിലാണെങ്കിൽ അതേ ഹോസ്പിറ്റലിലെ വേക്കൻസീസ് കാണുന്നതിന് വേണ്ടി ഇന്റേണൽ ഓപ്പർച്യൂണിറ്റീസ് ചെക്ക് ചെയ്യുക. ധാരാളം അവസരങ്ങളുണ്ട്. ഓൾറെഡി NHS ജോലി ചെയ്യുന്നവരാണെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടി എളുപ്പത്തിൽ തന്നെ സാധിക്കും. അതിനുള്ള അവസരങ്ങളാണ് ഹോസ്പിറ്റലുകൾ പലപ്പോഴും നൽകുക. എഡ്യൂക്കേഷൻ സെക്ടറിൽ, മറ്റ് മാനേജീരിയൽ ലെവലിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനുള്ള സാധ്യതകളുമുണ്ട്. ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത്തരം സാധ്യതകളെല്ലാം നിലനിൽക്കുന്ന പ്രധാന എംപ്ലോയർ കൂടിയാണ് NHS. UK വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം പേർക്കും വലിയൊരു അവസരം തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക. തൊട്ടടുത്ത് 2-3 മണിക്കൂറിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ 3 മണിക്കൂറിൽ താഴെ സമയത്ത് നമുക്ക് എത്താൻ പറ്റുന്ന ഇതുപോലെ ധാരാളം ടൂറിസ്റ്റ് അട്രാക്ഷൻസിന് വലിയ പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ് യൂറോപ്പിലുള്ളത്. തൊട്ടടുത്ത് തന്നെ സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യുന്ന രീതിയിലാണ് എല്ലാ സ്ഥലങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജോലികൾക്കിടയിലാണെങ്കിലും സ്ട്രെസ്സൊക്കെ മാറ്റുന്നതിന് ഇടയ്ക്കിടെ ഇതുപോലുള്ള ഷോർട്ട് ഹോളിഡേയ്സ് ഒക്കെ പോവുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എക്സ്പെൻസീവായ കാര്യമല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ലിസ്ബണിലോട്ട് വന്നപ്പോൾ രാവിലെയാണ് തീരുമാനിച്ചത് വൈകുന്നേരം ലിസ്ബണിൽ പോയേക്കാമെന്ന്. പെട്ടെന്ന് തന്നെ ഹോട്ടലും ടിക്കറ്റും ബുക്ക് ചെയ്ത് അങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് പ്ലാനിംഗ് ഒന്നും വേണ്ട. നമുക്ക് ഇന്ന് തന്നെ പോകണമെങ്കിൽ പോലും ബ്രിട്ടീഷ് പാസ്പോർട്ടൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇമിഗ്രേഷൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അവസരങ്ങൾ തന്നെയാണ് ലഭിക്കുക. ഈ 2-3 ദിവസക്കാലം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന തൊട്ടടുത്ത രാജ്യങ്ങളാണ് ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, പോർച്ചുഗൽ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.